ക്യാ ബോല? ഐ ടോൾഡ് യു ഏർലിയർ ബേബി, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, ഇങ്ങോട്ട് പോന്നോ. ഇവിടുത്തെ കാര്യമോ? ദാറ്റ് ഐ വിൽ മാനേജ്. അതെന്നേ, വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതെൻ്റെ വലിയൊരാശയാണ് സാർ. കഴിഞ്ഞ തവണയും ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷേ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വക്കീലിന്റെ കാര്യത്തിന്. ഞാൻ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ കാര്യത്തിൽ വക്കീൽ വെറുതെ ടെൻഷൻ ആവണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. സമയമാകുമ്പോ പേപ്പർ കയ്യിലെത്തിക്കോളാം. ഓ താങ്ക് യു ആ, സാർ. എന്നാ വക്കീൽ വിട്ടോ, അങ്ങ് പാലായിൽ എത്തേണ്ടതല്ലേ. ആ പിന്നെ എനിക്ക് ചിലപ്പോ വക്കീലിന്റെ ഒരു സഹായം വേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിഷയമൊക്കെ അപ്പൊ പറയാം. ഒരു ഡൽഹി കാര്യമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ആ, എനിക്ക് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ റിപ്പബ്ലിക് ദിനത്തിന് അന്നത്തെ കവാത്തും കൊടിപറപ്പിക്കലും ഒക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മടുത്തു. ഈ കവാത്തെല്ലാം നടത്തിയിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർ കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? അവർ ഈ മറുഭാഷ വിളിച്ചു കൂവിയതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കഞ്ഞി കിട്ടൂ. ജോയിച്ചൻ എന്നാ ഇന്നൊരു പ്രത്യേക ഡൽഹി വിരോധം? അല്ലടി ആൻസേ, കുറച്ചു മുമ്പ് സണ്ണി വിളിച്ചായിരുന്നു. അവനെന്തോ ഡൽഹി പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാവം സണ്ണിയുടെ ജീവിതത്തിലൂടെ ഒരു പ്രശ്നം എത്തിപ്പിടിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്ന് എത്രയുണ്ട് തങ്കച്ചാ ഷീറ്റ്? 45 ഉള്ളൂ. ആ, 2-3 ദിവസമായിട്ട് മൂടിക്കെട്ട് കിടക്കുമായിരുന്നല്ലോ. ഇന്നൊരു തെളിച്ചമുണ്ട്. വരണം വക്കീലേ. എന്നതാടാ വക്കീലേ നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു? അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോടടിച്ചോ? അതോ നിനക്ക് എയ്ഡ്സ് പിടിച്ചു? എന്നതാടാ സംഗതി കുറച്ച് സീരിയസാ. നീ വന്ന്. എടാ ജോയി, എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോ 2 പേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ നീ എന്റെതാ സണ്ണി പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട. വല്ല കൊലപാതകളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ? ജോയി, നിനക്കെന്നെ കീന ഇളകിയോ? ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങ് ജോയി. ഇത് തീവ്രവാദിയും കൊലപാതകം ഒന്നുമല്ല, ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകന്മാർ. കാമുകന്മാർ? ഈ കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിന്റെയും ആത്മഹത്യ ചെയ്തതിന്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്. ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാ ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. നമ്മൾ ഈ കാട്ടിൽ തന്നെ അങ്ങനെ കഴിഞ്ഞാലോ? അങ്ങനെ കെട്ടിപ്പിടിച്ച് പാട്ടും പാടി ഈ കാട്ടിൽ അങ്ങനെ നടക്കാം. അയ്യോ, വിശപ്പോ? പ്രേമം വന്നാൽ ആർക്കെങ്കിലും വിശപ്പ് വരുമോ? വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിന്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. ഈ കാമുകന്മാരെ കണ്ടിട്ടുണ്ടോ സണ്ണി? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോടാ സണ്ണി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്മിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. ഓ, വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റിച്ചെല്ലിയൂടാ.
അവൾക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ, പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ രോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ രണ്ടുപേരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലാന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ, എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാ. ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല, എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമല്ലേ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ റസണി, നമുക്ക് എന്നതേലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാണ്. അത് നീ എനിക്ക് വിട്ടാരെ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കൊറേ നാള് കൂടി നീ വീട്ടിൽ പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേടത്തിന് മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടേന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മയെ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ ഈ ചേച്ചിക്ക്. ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നത്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചിലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. നേരെ ഒരുപാടാവുന്നു. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയാതെ നീ വേഗം വരാന്തലോട്ട് ചെല്ല്. ചാക്കോ നിന്നെ അങ്ങ് വീട്ടിലാക്കി തരും ജീപ്പില്. ചേച്ചി പറഞ്ഞു വീട്ടിൽ പോയേച്ചു വരാൻ. നീ എന്നെ അങ്ങ് അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ ആൻസി. നീ ഇത്ര പെട്ടെന്ന് അതങ്ങ് ഏറ്റെടുത്തുകൊള്ളെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറെ പാടുപെടേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ഇതിലെന്നെ ഇത്ര പുതുമ? ഒന്ന് പ്രേമിച്ചു പോയിന്ന് പറഞ്ഞ് അതങ്ങൾ മനുഷ്യരല്ലയോ? അവർക്കും ജീവിക്കണ്ടായോ ഇവിടെ? ജോയിച്ചിന് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നാലോ അവര് വരാൻ പറഞ്ഞിട്ട്? ആ ചാവടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടായോ? ദീനാമ്മയെ പറഞ്ഞു വിട്ടേച്ച് അതിന് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ജോയിച്ചിന് തന്നെ ഇരിപ്പ ഇരിക്കുന്നത്. സണ്ണിച്ചാൻ ലവേഴ്സുമായിട്ട് വരാവുന്നേറ്റ നേരമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പിള്ളേർ ഉറങ്ങിയോ ആൻസി? ഒരു വിധത്തിൽ ഉറക്കിന്ന് പറഞ്ഞാ മതി രണ്ടിനെ. ഭാഗ്യം, എനിക്ക് അതായിരുന്നു പേടി. ഇവരെങ്ങാനും നേരത്തെ കയറി വന്നാൽ പിള്ളേരോട് പറയാൻ അന്നേരം തന്നെ ഒരു കള്ളം കണ്ടുപിടിക്കേണ്ടി വന്നേനെ നമുക്ക്. അല്ല, എന്നതാ ജോയിച്ചന്റെ പരിപാടി? വെറുതെ ഇരുന്ന് സമയം കളയാതെ വലുതും കഴിച്ചേച്ച് വന്ന് കിടക്കാൻ നോക്കും. അത് ശരിയാന്നോ നീ പറഞ്ഞത്? നമ്മളൊരു വാക്ക് കൊടുത്തേം വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാണും സണ്ണി കാമുകന്മാരായിട്ട് വന്നാലോ? അതവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അതെന്നാ നീ ആലോചിക്കാത്തത്? ഇവനിത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരിനി വരാനൊന്നും പോകുന്നില്ലെന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ഡാൻസി. അതിനിപ്പോ ഉറങ്ങണ നേരമൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്നോളാം. നോക്കടേ ആൻസി, കാമുകന്മാര് വരുന്നോന്ന് അറിഞ്ഞോണ്ടായിരിക്കും ചെടികളിലൊക്കെ മിന്നാമിനുങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നു, ഇല്ലയോ? ഈ ജോയിച്ചിന്റെ ഒരു കാര്യം, ഈ മിന്നാമിനുങ്ങളൊക്കെ എന്നും രാത്രിയിൽ ഇവിടെ ഉള്ളതാ. ജോയിച്ചും കാണാത്തോണ്ടാ. അതൊന്നും എനിക്കറിയാൻ മേല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മിന്നാമിനുങ്ങളെല്ലാം കൂടെ കിടന്ന് മിന്നുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മിന്നാമിനുങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നുന്നതേ അവര് കാമുകന്മാരായിട്ടാ. ഈ ജോയിച്ചിന് നാണമില്ലേ? ഇത് തിന്നേ ചോദിച്ചാ? നമ്മുടെ തിന്നെ ഇല്ലയോ എന്റെ ആൻസി കൂടെ? നമുക്ക് കുറച്ചു നേരം കാമുകനും ആവുന്നേ. എവരാ അവര്? ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിന് മുമ്പ് നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. എന്റെ വൈഫാ,
ആൻസി. ഹായ്. കയറി വാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ അപ്പൻ കുളപ്പുറം വക്കനെയും വേറെ 2 കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നാ ഇത് നേരത്തെ പറയായിരുന്നത്? എനിക്കങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയി. എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു 2 ദിവസത്തേക്ക് ക്ഷമിച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയില് ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുടൽ തോക്കെന്തി? അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നുമില്ല. നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാൽ മതി. ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യ്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, a pilgrimage to discover God, the Almighty. അപ്പൊ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതിനായിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വച്ചിരിക്കുക every time. ചേച്ചി, I was born and brought up in Delhi. പാരൻസ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും. കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ബട്ട് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഫീലിംഗ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ചേച്ചി. ഷുവർ ആനി. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. Our love is very broad and borderless, as broad as the universe, and it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം അതിവിശാലവും അതിരുകളില്ലാത്തതുമാണ്. പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We are only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്. We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love, or an adventurous spiritual voyage. ഈ അലഞ്ഞുതിരിയൽ, അനന്തമായ ഈ യാത്ര കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരയാവരുതേ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ, നത്തിങ്. 1 minute, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അതെന്റെ ആൻസി, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക്. 2 എണ്ണത്തിനും കുറേശ്ശെ വട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ പറയാൻ അറിയത്തില്ലയോ ഇതുങ്ങൾക്ക്? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചാന്ന്. നീ അങ്ങ് ക്ഷമിയന്റെ ആൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നുമല്ലല്ലോ, കാമുകന്മാരല്ലയോ. കാമുകന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. എനിക്കറിയാൻ മേലെ ഇതൊന്നും. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവരെ എങ്ങനെ കിടത്താൻ പോന്നേ? ഒരു മുറി തന്നെ ആന്നോ? അത് പറ. അയ്യോ, അത് സണ്ണിയോട് ചോദിക്കാനും വിട്ടുപോയല്ലോ കർത്താവേ. നമ്മളിപ്പോ എന്നാ എവിടെ ആൻസി? അവനെ വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട. ഈ രാത്രിക്ക് ഇനി അത് ശരിയാവത്തില്ല. ആ കൊച്ചുറാണിയെങ്ങാനും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് അവരെ വേറെ വേറെ കിടത്താവില്ലയോ? പക്ഷെ ചോദിച്ചാ അതിലുണ്ടല്ലോ ഒരു കുഴപ്പം. അതിപ്പോ എന്നാ ഇത്ര കുഴപ്പം? ഈ ചോദിച്ചാൽ ഒന്നും അറിയാത്ത പോലെ അവര് രാത്രിക്ക് എണിച്ച് ഒന്നിച്ച് കിടന്നാലോ? ഒരു പൂട്ടുന്നതും ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്നാത്തിനെ ഇത്ര മനപ്രയാസപ്പെടുന്നേ? അവരെ ഒന്നിച്ച് തന്നെ കിടത്താം. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ അവരുടെ കിടപ്പുകാരൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് ശരിയാ. ഇനി അഥവാ അവർക്ക് തമ്മിൽ തുടരണമെന്ന് തോന്നിയാൽ തന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കട്ടെ, ഇല്ലയോ? പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള മനസ്സമ്മതം ഇല്ലെന്നല്ലയോ പറഞ്ഞത്? ചിലപ്പം ഇവിടെ വെച്ച് അതങ്ങുണ്ടായാലോ? നമുക്ക് അവരെ ഒന്നിച്ച് തന്നെ അങ്ങ് കിടത്താം. അത് മതി. അത് മതി.
and marvelous. It's a gift of God for us and for eternal love. Come, Samkuti. അയ്യടാ, ഷീറ്റ് വിരിക്കുന്ന കണ്ടില്ലേ? ജോയിച്ചിനങ്ങോട്ട് മാറിക്കേ, ഇങ്ങിതാ. അയ്യോ തമ്പുരാനെ, ഇതിപ്പോ അപകടമായനല്ലോ. ഇതെന്നാത്തിനാ ഇപ്പൊ കയറ്? ഒരു ശ്രദ്ധയുമില്ല. കാമുകി കാമുകന്മാരും കിടക്കാൻ പോകുന്ന സ്ഥലമാണ്. അതിന്റെ മുമ്പിൽ കൂടെ നയകെട്ടി വെച്ചാൽ എങ്ങനെയാ? ഈ കാമുകി കാമുകന്മാരെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും തൂങ്ങിച്ചാകാൻ പ്രേരണയുള്ളവരാ. ഏത് നേരത്താ ഇതിങ്ങളുടെ മനസ്സിൽ ഓരോ കുരുത്തക്കെട്ട് തോന്നുന്നതെന്ന് ആർക്കറിയാം? ഈ ചോദിച്ചിട്ട് ഇത് എന്നാത്തിന്റെ കേടാ? പ്രേമിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യണമെന്നൊന്നും യാതൊരു നിയമവും ഇല്ല ഈ ലോകത്ത്. നിനക്ക് എന്നെ അറിയാം കാമുകി കാമുകന്മാരെ കുറിച്ച്? നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ നിൽക്കല്ലേ എൻ്റെ ആൻസിയെ. തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നീ വരുന്നതിനൊക്കെ കുറെ മുമ്പാ ഇവിടെ ഒരു ചെറുക്കനും പെണ്ണും കാമുകി കാമുകന്മാരായിരുന്നു. എന്ന് വെച്ച് ഇവർ ഒന്നിച്ച് നടക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം നമ്മുടെ പടിഞ്ഞാറ് റബ്ബർ മരത്തെ വന്നേ ഇവർ തൂങ്ങിക്കിടക്കുന്നു ആള് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഇവരെ കാണുന്നു. വെട്ടുകാരൻ ബാപ്പി വെളുപ്പിന് നെറ്റുവിളക്കും വെച്ച് വെട്ടാൻ പോയി. അന്നേരം അവന്റെ നെറ്റിൽ എന്തോന്ന് ഓരോസി. അവൻ നോക്കുമ്പം രണ്ടും കൂടെ തൂങ്ങിക്കിടന്ന് ആടുവാ. അവൻ അലറിക്കൊണ്ട് ഓടി തൊടിച്ചാടി. 500 രൂപ വില വരുന്ന നെറ്റുവിളക്ക് എവിടെ പോയി എന്തോ ആർക്കറിയാം. ബാപ്പി ഒരു മാസം പനിച്ചു കിടന്നു. ഇപ്പോഴും ഇടക്കിടക്ക് അവനെ ഞെട്ടലുണ്ട്. ആ മരവും ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. നേരം വെളുത്ത് 8 മണിയാകുമ്പോഴത്തേനും 3 ചിരട്ട പാല് തരുന്ന മരമായിരുന്നു. വെട്ടിക്കളഞ്ഞില്ലേ? എന്നാ നമുക്ക് കിടന്നാലോ? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയില്ല. ആരെങ്കിലും കണ്ടാൽ? Come, Samkuti. Thank you, uncle. അയ്യോ, അടയ്ക്കണ്ട ചേച്ചി. ആനി പറയുന്നത് കതകും ജനലും ഒക്കെ തുറന്നിട്ട് മിന്നാമിന്നുങ്ങളെ ഇങ്ങ് അകത്തോട് ക്ഷണിക്കാമെന്നാ. അത് നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ട് ജനലും കഥവൊക്കെ അടയ്ക്കുന്നതാ നല്ലത്. ഞങ്ങളെ ദൈവം പരിപാലിക്കും ചേട്ടാ. നിന്റെ അപ്പനെയും ചേട്ടന്മാരെയും കുളപ്പറയും പക്കനെയും ആ ദൈവം തന്നെ പരിപാലിക്കുന്നു. കർത്താവിനെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ ചോദിച്ചേട്ടാ, ഞങ്ങക്ക് സങ്കടമാവും. അല്ല അത് ഞാൻ ഈ വെറുതെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലയോ. നേരെ ഒരു പടം നിങ്ങൾ പോയി കിടന്നു. Good night, Chechi. ഗുഡ് നൈറ്റ്. ഇതെന്നാ ചോദിച്ച തോക്കുമായിട്ട്? ആ ഇതിലിപ്പം ഇത്ര ചിരിക്കാൻ എന്നാ ഇരിക്കുന്നു? എന്റെ ഇച്ചാച്ചന്റെ തോക്ക. എന്തുമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും വെടിവെച്ചിട്ട് തോക്ക ഇത്. ഇതിനിപ്പം കാമുകി കാമുകന്മാരെ കാത്തു രക്ഷിക്കാനുള്ളതാ. നാളെ പിള്ളേരോട് ഇവരാരാന്ന് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡൽഹിയിലെ കറിയാച്ചന്റെ കൂട്ടുകാരാ, നാട് കാണാൻ വന്നാന്ന് പറയണം. എങ്കിൽ ആ വിവരം ചെറുക്കനെയും പെണ്ണിനെയും നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് പറയും. പിള്ളേരാകെ പ്രശ്നത്തിലാകുകയും ചെയ്യും. നിന്റെ പിള്ളേരല്ലയോ? നിങ്ങൾ എന്നാ പറഞ്ഞത്? എന്റെ പിള്ളേരോ? അന്നേരം നിങ്ങളുടെ പിള്ളേരല്ലേ? ഇപ്പൊ എനിക്ക് മാത്രമായോ ഉത്തരവാദിത്വം? നീ ഒന്ന് പിണങ്ങാതിരി ഡാൻസ് കൂടവേ. ഒരു അക്ഷരപ്പശക് പറ്റിപ്പോയതല്ലയോ? നീ അങ്ങ് ക്ഷമി. നീ എന്നെ നല്ലോണം കെട്ടിപ്പിടിച്ചേ. എന്നാലും എനിക്ക് കാമുകി കാമുകന്മാരുടെ കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ ചുണയുണ്ട്. കിടക്കെന്നെ ചോദിച്ചാ എനിക്ക് ഉറക്കം കൊണ്ടൊന്നും മേല. ഇപ്പം അവരെന്നായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളെപ്പോലെ എപ്പോഴും ഭ്രാന്താണോ എല്ലാവർക്കും? അവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അല്ലാതെ തന്നെ ഒന്ന് ഉറങ്ങിക്കേ.
ഇതെന്നാ ആൻസി? ലവേഴ്സായ ചിലപ്പോ എങ്ങനെ ആയിരിക്കും? Bye, Annie. Take care. Dad? How surprising! എപ്പോ വന്നു? മോളുവാ 16 വയസ്സിൽ ഈ മഹാനഗരത്തിലെത്തിയതാ ഞാൻ. No prologue, Daddy. Please. It's boring. ഇതൊക്കെ ഞാൻ ഒരു പാട്ട് അവനെ കേട്ടിട്ടുള്ളത്. What can I do for you? അത് പറ. ആനി, ഇറ്റ്സ് നോട്ട് ഗുഡ്. പ്ലീസ് വെയിറ്റ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഡോണ്ട് ബി സോ ഇൻടോളറബിൾ. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് നിന്നെ ശാസിച്ചിട്ടുമില്ല. നിന്റെ ഇഷ്ടം പോലെ ജെഎൻയുവിൽ വിട്ടു പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ തരപ്പെടുത്തി നീ ഇവിടെ തന്നെ കൂടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് കഴിച്ചു കൂട്ടാമെന്ന് ആഗ്രഹിച്ച VRS ഒക്കെ എടുത്ത് ഡൽഹി വാസം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത്. പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ Daddy, ഞാൻ പ്ലീസ്, ഐ എം ഗെറ്റിംഗ് ഓൾഡ് ആനി. ഐ വിഷ് ടു സ്പെൻഡ് മൈ ആഫ്റ്റർ ഇയേഴ്സ് ഇൻ പീസ്. മോള് ഞാൻ പറയുന്ന അനുസരിക്കണം. എല്ലാം മറന്ന് മനസ്സൊന്ന് ദൈവത്തിൽ അർപ്പിച്ച ഒരുപക്ഷെ I am the light of the world. Anyone who follows me will never walk in the darkness, but will have the light of life. Hallelujah! Praise the Lord! Now let us bless each other. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. I don't believe in marriage. ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിരുന്ന JNUൽ ഒത്തിരി പേരും മാരേജിൽ ബിലീവ് ചെയ്യുന്നില്ല. But I love you very much, Samkuti. I wish to share my love and life with you because you're a good singer and dancer. Samkutiയുടെ സോങ്ങും ഡാൻസും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. I'm seeing absolute peace in you. Music and dance. Actually, ഞാൻ ഈ മെഡിറ്റേഷൻ ഒക്കെ പൂനെയിൽ രജനീഷിന്റെ ആശ്രമത്തിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ. ഡാൻസ് ആൻഡ് സോങ് പബിൽ റെഗുലർ ആയി ചെയ്യുന്നുണ്ട്. I like that very much. Basically, both our ways are same. എല്ലാം മൂന്ന് തന്നെ. കുച്ചു differences. So, Samkuti, I invite you to create an unmarried adventurous family. യു മീൻ ഒരു അവിവാഹിത സാഹസിക കുടുംബം? കല്യാണമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക? അഡ്വഞ്ചറസ് ആയി? Yes. ഐ കാണ്ട് ആനി, ഐ കാണ്ട്. ഇതെന്റെ ആത്മാവിന്റെ പ്രശ്നമാ. കോൾ ഓഫ് മൈ സോൾ. വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച്. Samkuti? ഞാൻ ആനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആനിക്ക് നിശ്ചയമായിട്ടും മാനസാന്തരം ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. Don't worry, Samkuti. ദൈവം എനിക്ക് മാനസാന്തരം വർത്താനായി ഞാൻ എന്റെ ഹാർട്ട് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെച്ചോളാം. Praise the Lord. Hallelujah, praise the Lord. Hallelujah, praise the Lord. നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിലുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരറിഞ്ഞു. സാംകുട്ടി എവിടെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവളേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ, പാരമ്പര്യമാണ് കൊട്ടില്ലതാണ്. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്ന ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട്
യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നല്ലേ ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപവും തറവാടിത്തൊക്കെ ഉള്ള വേറെ എത്ര പെമ്പിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ. മണിക്കുട്ടി പോലും പള്ളി മുതലേ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണൂക്കാര്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിൽ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ ശിശ്മക്കാരത്തേക്ക് പിടിച്ചു കൊടുക്കാനൊക്കെ കേടാ. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലേ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനുണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ എന്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിഷ തമ്പുരാൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ളൊരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി വിഷമിക്കരുത്. നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. Running away? Really? Yeah, running away. My lord, surprising. The real adventure begins. Samkudi, where are we going? Where is the final destination? I don't know. എനിക്ക് അറിയാം മേലൻ്റെ ആനി. Anywhere in the world. I don't care. Santosham kundeni kirikyan mele. This is the real happiness. ഇരിക്കാനി. Hallelujah! Praise the Lord! Praise the Lord! അപ്പനും ചേട്ടന്മാരും പറ്റിച്ചോ ഏറെ കെട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോകണില്ല ഞാനവനെ. നോക്കിക്കോ മോനെ ക്രിസ്റ്റി, വണ്ടിയിലിടാം. നമുക്ക് മാത്തച്ഛനും വീട് എടുത്തോട്ട് പോവാം. വല്ലതും നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താന്ന് വിഷമിക്കുന്നേ. നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞ് വെള്ളുണ്ടും വീട്ടുകാരുടെയും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈന്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുടിച്ചാൻ എന്നതാ അതിലിനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എന്റെ ജീവിത ലക്ഷ്യം. ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോൾ പെണ്ണും ചെറുക്കനും എന്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റൂഹാദ കുദിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേർ തലയും മാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ ഇതിനെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ. അല്ലെങ്കിൽ കൊച്ചുറാണി എഴുന്നേറ്റ് ഇപ്പം നിന്നത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്.